അങ്ങനെ നല്ലോണം മുറുകണം. ഞാൻ മൂത്ത് പരത്താൻ. അമ്മ ഇതാ സുലു. വാ സുലു. ഇവളാണോ വേലിയാടിയത്? അതെ, ഇത് വല്യമ്മാവൻ, ഇത് അമ്മായി, ഇത് അമ്മാവന്റെ മകൾ സുനന്ദ, ഇത് ആശ. നമ്മൾ പറയാതെ ക്ഷണിക്കാതെ പോയി രജിസ്റ്റർ മാരേജ് ചെയ്തതിന് അമ്മാവൻ ഭയങ്കര പണക്കത്തിലായിരുന്നു. ഒടുവിൽ ഞാൻ പോയി ഒത്തിരി മാപ്പൊക്കെ പറഞ്ഞ് ഇപ്പൊ ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നിരിക്കുക. എല്ലാവരും വണ്ടിയിലോട്ട്. ഞാൻ നോക്കിയപ്പോ ഇവരാരും ഊട്ടി കണ്ടിട്ടില്ല. വണ്ടിയിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവരെല്ലാം കൂടെ ചേർത്തുള്ള യാത്ര നല്ല രസമായിരിക്കും. വാ. പിടിച്ചിരുന്നോണം, എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ. വേഗം കേറ്. നീ വെള്ളവും ഗ്ലാസ് ഒക്കെ എടുത്തിട്ടില്ലേ? അതെ, നോക്കിയും കണ്ടുമൊക്കെ മേടിച്ച് വിഴുങ്ങണം. അവസാനം കണ്ണിന്റെ ബൾബും ഫീസായി വീട്ടിൽ കയറി വരരുത്. അപ്പോഴേ നീ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് തള്ളുന്നേ? എല്ലാരും കേറ്, വണ്ടി വിട്. പുറകെ പോയിരിക്കേ. ചെറിയ അമ്മ എടുത്ത് ഡീസലൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. സ്റ്റോപ്പ്. വണ്ടിയുടെ പേപ്പറൊക്കെ കയ്യിലുണ്ടല്ലോ. അവസാനം എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. പോ. അയ്യോ, പേടിച്ചേനെ. റാഷ് ഡ്രൈവിംഗ്. അമ്മവാ, വണ്ടിയുടെ പോക്ക് കണ്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. തിരിച്ചു വന്നെന്ന് പറയാം കേട്ടോ. കഴിവറ മോനെ. നീ ഇതെന്താ നിർത്തിയത്? ഇത് ഊട്ടിയല്ല. ഇതല്ല ഊട്ടിന്ന് എനിക്കും അറിയാം. വണ്ടി അതിന്റെ സ്വന്തം ഇഷ്ടത്തിന് നിന്നതാ. എല്ലാരും ഇറങ്ങണം, എന്നിട്ട് ശക്തമായിട്ടൊന്ന് തള്ളണം. ആര് തള്ളേ? ആർക്ക് വേണേലും തള്ളാം, അല്ലെങ്കിൽ ഇതാണ് ഊട്ടി എന്ന് വിചാരിച്ച് ഇവിടെ തങ്ങാം. ഇതാകെ വശപ്പശായല്ല. ചേട്ടാ, ചേച്ചി, എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ച് ഇറങ്ങി വാ. ഇത് വലിയ കഷ്ടായി പോയില്ലോ. ശല്യമാണ്. പിടിച്ചോ. ഇതെന്തിനാ എന്നെ പിടിച്ച് തള്ളണ ഇയാള്? ആരെ തള്ളാലും വണ്ടി തള്ള എന്റെ അമ്മാവാ. ഇതിന് ഊട്ടി വരെ തള്ളണ വരുമോ? നീ അത് കണ്ടോ? എന്ത്? ചുമ്മാതല്ല വണ്ടി ഇവിടെ നിന്നത്. എടാ, അന്ന് നമ്മൾ ഈ വഴിക്ക് സുലുവിനെ തട്ടിക്കൊണ്ടുവരാൻ ചെറുകരയ്ക്ക് പോയതോ. ചെറുകര 11 കിലോമീറ്റർ. അതിന്റെ ഓർമ്മയ്ക്കാ ഇവിടെ വന്നപ്പോ ഇതിന്റെ എഞ്ചിൻ. ഓ ശരി ശരി, ഫോഴ്സ് പോരാ, മുതലാളിയും കൂടി ഇറങ്ങി തള്ളണം. തള്ളാൻ. ഓ, வேகம் சீக்கிரமாக்கும். எங்க கிடைக்கும்? ஏதோ சார் இப்போ வந்துறேன். இப்போ பாத்துட்டு வந்துறேன். ரூம் எப்படியா கிடைக்கும்? ஏதோ வந்துறேன் சார். വേഗം വാങ്ങോ. അമ്മേ, എനിക്ക് വിശക്കുന്നു. ഒന്നും മിണ്ടാതിരക്ക. ഇപ്പോഴല്ലേ പഴം ഓറഞ്ചൊക്കെ വെട്ടി വിഴുങ്ങിയത്. എപ്പോഴെങ്കിലും പോയി ഒന്ന് വീണാ മതിയായിരുന്നു. ചെറു പെട്ടിക്കട കണ്ട ഒന്ന് നിർത്തണം കേട്ടോ. സോഡ മേടിച്ചിട്ട് ഒന്ന് ചുമ്മാ ചേട്ടാ. സോഡ എവിടെയെങ്കിലും മുറി ഇട്ടേട്ടാ. ആദ്യം സോഡ. சார் நம்ம குன்னூர் போயிடலாம் சார். കൂനൂരാ? சார் குன்னூர் போயிடலாம் சார். 14 കിലോമീറ്റർ தான். നീ റൂം എടുത്തരാന്ന് சொன்னே. ഇത് 4ാമത്തെ സ്ഥലത്താ ഇപ്പൊ കൊണ്ടുവന്നു. 25 രൂപ വാങ്ങിച്ചു. കൂനൂർ വന്നിന്റെ ഉദ്ദേശം சார் சொல்றது கேளுங்க. இங்க ஃப்ளவர் ஷோ நடக்குது, அதனால ரூம் எல்லாம் ஃபுல். റൂം എടുത്തരാന്ന് சொன்னியே നേരാന്നുള്ളയാ? சார் சொன்னேன் சார். ஆனா ആനേ പോണെന്ന് വേണ്ട, മനുഷ്യനെ പറ്റിക്കാ. പൈസ ഇടറാ. പൈസ ഇടറാ. யாரு பார்த்து யானை போனாங்கடா? என்ன நீ ஊரு விட்டு ஊர் வந்திக்கிற டபாக்கிறே நீ? போடா. എന്റെ പൈസ ആടാ. രൂപ കൊടുക്കടാ ചോമ്പേരി. யாரு பாத்துற சோம்பேறங்கடா பொறம்போக்கு. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ മനസ്സിലായ? ആ പൈസയും പോയി കിട്ടി. രൂപ പോണേ പോട്ടെ, നമുക്ക് അഭിമാനം വരുന്നത്. വണ്ടി കയറി അവ ആളെ വിളിക്കാൻ പോയിരിക്കാ. നിന്റെ കിടക്കുമ്പോ തന്ന കണ്ടെ സ്ലിപ്പർ പൂടാ ബെനിയിലിട്ട്. നിങ്ങൾ ഇവിടെ ഞാൻ പോയി നോക്കിട്ട്
சார் நாங்க 12 பேர் இருக்கு எங்க எல்லாம் அலைஞ்சு ரூம் கிடைஞ்சில்ல இப்ப ரொம்ப லேட் ஆயிடுச்சு இங்க ரூம் கிடைக்குமா தா சில்ட்ரன்ஸ் லேடிஸ் எல்லாம் இருக்கு ഡോർമിറ്ററി പോതുമാ അതെന്താ ഡോർമിറ്ററി നോ സെപ്പറേറ്റ് റൂംസ് ഓൾ ഓഫ് യു ക്യാൻ സ്റ്റേ ടുഗദർ എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഡബിൾ റൂം അതൊന്നും വേണ്ട സേതു ഇനി ഈ കാറ്റത്ത് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ നമുക്ക് ഇവിടെ തന്നെ കൂടാം ഓ ശരി എനിക്കൊരു സെപ്പറേറ്റ് റൂം വേണം. இங்க டோர்மிட்டரி மட்டும்தான் இருக்கு உங்களுக்கு வேணுமா வேண்டாமா ആ വേണം அட்ரஸ் പോടാ പോടാ அண்ணாச்சி இங்க சோடா கிடைக்குமா? கிடைக்காது വേണ്ട. സേതു മാധവൻ എന്തൊരു തണുപ്പണ്ട. മിക്സ് ചെയ്ത് കൊണ്ടത് നന്നായി. ഇവിടെ സോഡയില്ല കീടിയില്ല. എല്ലാരും കൂടി ഇതിനകത്താണോ? നല്ല തമാശയായിരിക്കും എല്ലാവർക്കും കൂടെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ച് ചിരിച്ചിരിക്കാം പിന്നാലെ പറഞ്ഞില്ല പിന്നെ നേരം വളരെ ആയി കിടന്ന് ഉറങ്ങാൻ നോക്കും ആ ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരും ആണുങ്ങളെ ഞങ്ങൾ അപ്പുറത്ത് കൂടിക്കോളാം ചായ 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 ആ ചായ 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 പോടാ ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റും ചായ ഒന്നുമില്ല കൊണ്ട് പഴവും ബ്രെഡൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു ചായ ഇഡ്ഡലി ദോശ കഴിക്കണമെങ്കിൽ പോകുന്ന വഴിക്ക് കഴിക്കാം എളുപ്പം റെഡിയേ ആശയ്ക്ക് ചെറിയൊരു പനി. ചായ പനി? ചായ വേണ്ട. ശരിയാ ചെറിയ ചൂടുണ്ട് അപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട ധാരാളം ചൂടുവെള്ളം കഴിച്ചാൽ മതി പനി മാറും ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കണ്ട കേട്ടോ ആശയ്ക്ക് കൂട്ടിന് ആളില്ലല്ലോ, ഞാൻ ഇവിടെ നിക്കാം. ഞാൻ നിക്കാം. എനിക്ക് വയ്യ തണുപ്പത്ത് ഇറങ്ങി നടക്കാൻ. ആ അത് മതി എങ്കിൽ പുറപ്പെടാ എന്ത് പറ്റി നോക്കട്ടെ ഡാ. എന്താ എന്ത് പറ്റി കുഴപ്പമായി എന്നാ തോന്നുന്നത്. ഓ, ഈ ദുശകരം പിടിച്ചവനെ ആദ്യം അടിച്ച് പുറത്താക്കന്നെ ചെയ്തു. ഇവ കൈ തൊട്ടുണ്ടെങ്കിൽ വണ്ടിയല്ല എല്ലാം നിൽക്കും. ഓ കണ്ണാടി വെച്ചാൽ വണ്ടി ഓടിക്കാൻ. അതെ, ഇത് 64 മോഡൽ തുക്കടാ വണ്ടിയാ. അപ്പൊ ഇടക്കിടക്ക് വണ്ടി നിൽക്കും. നീ അത് കളാ പ്രേമ കാര്യം എന്താ നോക്ക് ഫാൻ ബെൽറ്റ് പൊട്ടി മുതലാളി. ഇനി കട തുറന്ന് ഫാൻ ബെൽറ്റ് വാങ്ങി അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇട്ട് 3 മണിക്കൂർ എടുക്കും ചുരുങ്ങിയത്. തൊലച്ചു നമുക്കൊരു ടാക്സി പിടിച്ചു പോവാം. അതാ നല്ലത് ചൂടുവെള്ളം കുടിച്ചാലൊന്നും പനി മാറൂല. ഞാനൊരു ഡോക്ടറെ കണ്ടു, ഒരു ഗുളിക എഴുതി തന്നിട്ടുണ്ട്, കഴിച്ചോളൂ. എന്നോടുള്ള ഇഷ്ടക്കേട് മരുന്നിനോട് കാണിക്കണ്ട. അവരൊക്കെ ഇവിടെ? ഞാനൊരു സൂത്രപ്പണി ഒപ്പിച്ചു. കുട്ടിയുടെ പനിയായിരുന്നു എന്റെ മനസ്സ് നിറച്ച്. കഴിക്കുന്നേ. ഇത് നെറ്റിയിൽ പുരട്ടാം. എന്തു പറ്റി? ഇങ്ങ് തന്നച്ചാ മതി, ഞാൻ പരട്ടിക്കോളാം. ആയിക്കോട്ടെ.
അവിടെയല്ല. എന്താ കാണിച്ചേ? സേതുട്ടിങ് വരട്ടെ. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാ. ഇന്നാണ് സന്ദർഭം ഒത്തു കിട്ടിയത്. എന്നെ പറ്റി താൻ എന്ത് വിചാരിച്ചു? എന്ത് ധൈര്യത്തിൽ ഈ തണ്ടിത്തരം കാണിച്ചേ? തണ്ടിത്തരല്ല, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. നോൺസെൻസ്. ഇന്ന് തന്നെ ജോലി തീരും. സേതുട്ടി വന്ന ഉടനെ ഞാൻ പറയും. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. കുട്ടി, ഞാൻ അങ്ങനെ പേടിക്കുന്ന ടൈപ്പൊന്നുമല്ല. തെറ്റ് ചെയ്തു എന്ന തോന്നലുണ്ടെങ്കിലല്ലേ പേടിക്കണ്ടു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഒന്ന് തൊട്ടു, അത്രയല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ. ജീവൻ പോയാലും ശരി. മുതലാളിയോട് ഞാനിത് പറഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യം. വെരി ഗുഡ്. മുതലാളി എത്തിക്കഴിഞ്ഞു. ചൂടോടെ പറഞ്ഞേക്കാം. ഇവിടെ ഒരു അടിയും ബഹളവും കൊലപാതകവും ഉണ്ടാക്കി ഈ യാത്ര ഞാൻ കുളമാക്കി തരാം. ശരിയാ? ഓ, ടാക്സി യാത്ര മുതലാവൂല. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. മുതലാളി, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റോ? ഞാനത് മുതലാളിയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ മുതലാളിയോട് കാണിക്കുന്ന വലിയൊരു നന്ദി കേടായിരിക്കും അത്. നീ കാര്യം പറ. ഞാൻ മുതലാളിയുടെ ആരാ? നീ പറയുന്നേ പറയടാ. വെറും ഒരു ജോലിക്കാരൻ, വെറും ഒരു ഏറാമൂളി. അങ്ങനെയുള്ള ഞാൻ ഇന്ന് വണ്ടി നന്നാക്കി കഴിഞ്ഞ് ഇവിടെ വന്നു. നേരെ മുറ്റത്തൂടെ നടന്നു വന്ന് അപ്പോ മുതലാളിയുടെ സിസ്റ്റർ ഈ കസരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പനിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വഴിയിൽ നിന്ന് 1-2 ഗുളിക വാങ്ങിച്ചു കഴിക്കാൻ കൊടുത്തു. ഒരു കുപ്പി വിക്സും കൊടുത്തു നെറ്റി പുരട്ടാൻ. എന്നിട്ട് ഞാൻ ആ സത്യം മുതലാളിയുടെ സിസ്റ്ററിനോട് തുറന്നു പറഞ്ഞു. എന്ത്? തെറ്റ് എന്റേതാണ് മുതലാളി. നീ കാര്യം പറടാ. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. എന്റെ അശ്രദ്ധ കൊണ്ട് പൊട്ടിയെന്ന് തോന്നിപ്പോയതാ. അതുകൊണ്ടൊന്നുമില്ല. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ. പിന്നെ വട്ട് തന്നെ. എന്താ ഇതാണോ സേതുട്ട നമ്മുടെ ഹണിമൂൺ? ഇതാണോ ഞാൻ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുവരുന്ന സ്വപ്നം? ഇതിലും ഭേദം തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ഹണിമൂൺ ആഘോഷിക്കുന്നതാ. ഞാനേ നമ്മളൊരു വീട്ടിൽ കുടുംബമായിട്ട് താമസിക്കുമ്പോ ഞാനും ചൊല്ലുവും മാത്രം ഇറങ്ങിപ്പോന്ന അത് എനിക്കൊരു വിഷമം തോന്നി. പക്ഷെ എനിക്ക് നേരെ വേണമെന്ന് സംസാരിക്കാൻ, സേതുട്ടിന്റെ അടുത്തൊന്ന് ഇരിക്കാൻ ഈ കാക്കക്കൂട്ടിനകത്ത് ഒരു നിമിഷമെങ്കിലും സാധിച്ചോ? എന്തോന്നാ ഇത്? അഭയാർത്ഥിക്കാമ്പോ? സേതുട്ടിന് ഒരു പ്രശ്നമില്ല. മരന്ന് കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുക. കരയാതെ ചൊല്ലു. ഇപ്പൊ എന്താ വേണ്ട? നമുക്ക് ഒന്നിച്ചിരിക്കണം, മതിയാവുള്ള സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. നോക്ക്, നാളെ നേരം വെളുക്കുമ്പോ നമ്മൾ മറ്റാരും അറിയാതെ ഹോട്ടലിൽ നിന്ന് കടക്കും. എന്നിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ കറങ്ങും, വായി തോന്നുന്നൊക്കെ സംസാരിക്കും. ഞാൻ ഏറ്റു. കരയാതെ ചൊല്ലു. ഞാൻ പറഞ്ഞില്ലേ, നാളെ നേരം വെളുക്കുമ്പോഴാണ് നമ്മുടെ ഹണിമൂൺ തുടങ്ങുന്നത്. രക്ഷപ്പെട്ടു. ഇനി ഇന്ന് രാത്രിയാവുന്നവരെ അങ്ങോട്ടില്ല. എല്ലാരും കൂടെ എന്നെ ഒരു വഴിയാക്കും. ഇങ്ങോട്ട് ക്ഷണിച്ചോണ്ട് വന്നിട്ട് മുങ്ങിക്കളയാന്ന് വെച്ചാ അത് വീട് ചെയ്തോട്ടാ. അതൊക്കെ എപ്പോഴേ വിട്ടു. ഞാൻ പ്രേമന്റെ ഈ ചെലവിനുള്ള കാശും കൊടുത്തിട്ട് നല്ലൊരു നുണ തട്ടി വിട്ടോളാൻ പറഞ്ഞു. അതൊക്കെ അവൻ ചെയ്തോളും. ഇതാണ് ഞാൻ ആഗ്രഹിച്ച സേതുട്ട. ഞാനും സേതുട്ട മാത്രമായിട്ടുള്ള ഒരു ലോകം. മുതലാളി, 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 മുതലാളി. എന്താ എന്താ ചതിച്ചു. മുതലാളിയുടെ അമ്മാവൻ വലിയോട് വലി, ഭയങ്കര ആസ്മ. ഡോക്ടറെ വിളിച്ചു. എല്ലാരും മുതലാളി അന്വേഷിക്കാണ് അവിടെ.